ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റും. ഞാനൊരു ക്യാഷറായിരുന്നു. എൻ്റെ ക്യാഷർ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ എങ്ങനെ ഈ ഒരു പൊസിഷനിലോട്ട് എത്തി, അല്ലെങ്കിൽ അന്ന് ഒരു മാസം ഉണ്ടാക്കുന്ന പൈസ ഇന്ന് ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നു എന്ന് കാണാം. എൻ്റെ ജീവിതം ഞാൻ പതുക്കെ ഓരോ എന്താ പറയുക, എനിക്ക് വന്ന സന്തോഷം വരുന്ന മൂമെന്റ്സ് അല്ലെങ്കിൽ എൻ്റെ സ്പെഷ്യൽ മൂമെന്റ്സ് ഞാൻ എടുത്തു വെച്ചിരുന്നു മെമ്മറീസിന് വേണ്ടി. അപ്പോൾ തുടർന്ന് നമുക്ക് ആ വീഡിയോസിലോട്ട് പോകാം. ഗുട്ടൻസ് പിടിയിട്ടേണ്ട സീനുള്ളൂ. ഗുട്ടൻസ് പിടിയിട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ടു ഡേ സെയിൽ യൂണിറ്റ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് 1000 ദിറംസിലധികം സെയിൽ വരുത്തിയ ഒരു നിമിഷമാണ്. അതായത് നമ്മൾക്ക് ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ 500 ദിറംസ് ആരെങ്കിലും നിന്ന് കടം വാങ്ങിയിട്ട് നമ്മൾ ആ ഒരു മാസം ഫുൾ റൺ ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യമായിട്ട് 1000 ദിറംസ് എന്നുള്ള ത്രഷോൾഡ് കടന്ന നിമിഷം. ഞാൻ പക്ഷേ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് എത്തിയതല്ല. അതായത് ഇതിന്റെ പിന്നിൽ ഒരു 6 മാസത്തെ ടൈം പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഞാൻ പല തെറ്റുകളും പറ്റി പല പരിപാടികളും ട്രൈ ചെയ്ത അവസാനമാണ് ഞാൻ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കാം എന്നുള്ള പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്. പക്ഷേ എന്നാലോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ PPC ചെയ്യുന്നതോ അങ്ങനത്തെ പരിപാടീസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതാണ് സത്യാവസ്ഥ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഫോളോ ചെയ്തേ പറ്റൂ. എന്തായാലും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തേ പറ്റൂ. അതിൽ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്തതോ അല്ലെങ്കിൽ പഠിച്ചാൽ കിട്ടാത്തതോ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ 2-3 വർഷം നമ്മൾ ഇതിൽ നിൽക്കേണ്ടതോ അങ്ങനത്തെ ആയിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല. കുറച്ച് ആൾ താമസമുള്ള ഒരാളാണ് വർക്ക് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റും എന്നാണ് എൻ്റെ പേഴ്സണൽ വിശ്വാസം. കാരണം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ വൃത്തിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ പണിയെടുക്കാനുള്ള മൈൻഡും പിന്നെ തലയിൽ കുറച്ച് ആൾ താമസവും. ഓക്കെ, ബിസിനസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് എല്ലാവർക്കും റെഡി ആയിട്ടുള്ള ഒരു സംഭവമല്ല ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഉള്ളിൽ ആ ഒരു തീയുള്ളവർക്കേ പറ്റൂ. അപ്പോൾ അങ്ങനത്തെവർക്ക് ഇൻഷാല്ലാ എന്തായാലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ആമസോൺ. പിന്നെ അതിനുശേഷം നമുക്ക് വലിയ ഇൻകം വരുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വേറെ ബിസിനസ് തുടങ്ങണമെങ്കിൽ ബിസിനസ് തുടങ്ങാം. അപ്പോൾ നമുക്ക് എപ്പോഴും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ നമ്മൾ ഈ ശമ്പള ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഒരു 2-3 ലക്ഷമെങ്കിലും നമുക്കൊരു ഇൻകം വരണം. എന്നാലാണ് നമുക്ക് വേറെ കാര്യങ്ങളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ ലൈഫ് വേറെ നീക്കാനും പറ്റുള്ളൂ. മറ്റേത് ജസ്റ്റ് ജീവിച്ചു പോകാനുള്ള പൈസ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതായത് ജസ്റ്റ് ജീവിച്ച് തീർക്കാം, ഇതാണ് ശമ്പളം. പിന്നെ ഇങ്ങനെ ദിവസം പോകുന്നതോറും സെയിൽ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓരോ ത്രഷോൾഡ് കഴിയുമ്പോൾ, അതായത് ഈ ഡെയിലി റെക്കോർഡ് ഉണ്ടല്ലോ, ഞാനൊരു ഡെയിലി റെക്കോർഡ് വെക്കും. എൻ്റെ ടോപ്പ് ഡെയിലി സെയിൽ റെക്കോർഡ്. ആ റെക്കോർഡ് അനുസരിച്ചായിട്ട് ഞാൻ ഓരോ പ്രാവശ്യവും ഷൂട്ട് ചെയ്യും. അതിൻ്റെ ഞാൻ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇന്നത്ര അടിച്ചു ഓക്കെ ടോപ്പ് സെയിൽ ഡേ മറങ്ങായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യും. പിന്നെ അത് ഇങ്ങനെ നോർമലായി അത് മതിയായി. ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തിക്കണം. അപ്പോൾ എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 5000 ദിറംസ് ആയിരുന്നു. അപ്പോൾ ഒരു മാസം 5000 ദിറംസ് കിട്ടണോടത്ത് 5000 ദിറംസ് കിട്ടണോടത്ത് എനിക്ക് ഒരു ആഴ്ചയിൽ 5000 ദിറംസ് കിട്ടാൻ തുടങ്ങി. അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പാലിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ പേരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നോർമൽ ഒരു അത്യാവശ്യം ബിസിനസ്സുള്ള ഒരു സാധാരണ ബിസിനസ്സുകാരൻ എങ്ങനെ വരും 30,000 എങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മളൊക്കെ അവിടെ ജീവിക്കുന്നത് 30,000 ഒരു വലിയ എമൗണ്ട് ആയിട്ട് സാധാരണ ഒരു ജോലിക്കാരന് തോന്നും. പക്ഷേ 30,000 ഒരു ബിസിനസ്സുകാരനൊന്നുമില്ല. ഇന്നിപ്പോഴാണ് മനസ്സിലാവുന്നത്. കോടിക്കണക്കിന് കാശുള്ള വേറെ ടീംസ് ഉണ്ട്, അത് വേറെ കഥ. അങ്ങോട്ടൊക്കെ ഇൻഷാല്ലാ അങ്ങോട്ട് ഉന്നം വെക്കണം. എല്ലാവരും ആ ഒരു ഉന്നം വെച്ചിട്ട് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ അഭിപ്രായം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള ഒരു മോഡിലെങ്കിലും നമ്മൾ എത്തുള്ളൂ. ഉന്നം വെച്ചുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. വീട്ടിലിരുന്നുകൊണ്ട് ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നതാണ് വാസ്തവം. അത് എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ഹസൽ മലബാറിലൂടെ പഠിപ്പിക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. ബൈ.